നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വയനാട്ടിൽ ഇനി ടൗൺഷിപ്പിൽ ഇനി മുതൽ ആർക്കും വീട് ലഭിക്കാൻ സാധ്യത ഇല്ല. വീടുകളുടെ നിർമ്മാണം നമുക്കറിയാം, 178 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ തന്നെ ആ വീടുകളുടെ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി നൽകുകയും ചെയ്തിരുന്നു. അതിൽ കുറച്ച് പേർ, ഏകദേശം 40-ലധികം കുടുംബങ്ങൾ ഇപ്പോൾ ആ വീട്ടിൽ കയറി താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മുതൽ അങ്ങോട്ട് ഈ വീടുകൾ ലഭിക്കുന്ന കാര്യം, അതായത് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വയനാട്ടിലെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്ക് വീട് എന്ന് പറയുന്നത് കിട്ടാക്കനിയായി മാറാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ ബജറ്റ് എടുത്ത് വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാലും ഈ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചിട്ട് എവിടെയും സംസാരിച്ച് കേട്ടില്ല. അതേസമയം വിലങ്ങാട് പാക്കേജ് എന്ന് പറയുന്ന 2024 ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് വിലങ്ങാട് പാക്കേജ് പ്രത്യേകം അനുവദിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറ്റ്ലീസ്റ്റ് വെറുതെ എങ്കിലും ഒരു വെറും വാക്കെങ്കിലും ഈ VD സതീശനെ പറയാമായിരുന്നു. അതായത് വയനാട് ടൗൺഷിപ്പ് പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കുകയും, കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർക്കാർ എന്ന് പറയുന്ന തുടർച്ചയാണ്. അല്ലാതെ ഈ പറയുന്ന ഇടത് സർക്കാർ ചെയ്തിട്ട് പോയ കാര്യങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുക എന്നുള്ളതല്ല തൊട്ടടുത്ത സർക്കാർ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഈ വയനാട് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളത് ചെയ്തു തീർത്തു തരാം, ഇന്ന നാളിനുള്ളിൽ ഇത്ര കാലത്തിനുള്ളിൽ ഞങ്ങൾ അവിടെ ഈ പറയുന്ന ആളുകൾക്ക് അവിടെ പുനരധിവസിപ്പിക്കാൻ വേണ്ട നീക്കം നടത്താം. ഇപ്പോൾ അത് നമ്മൾ വയനാട്ടിലേക്ക് പോയി നോക്കിയാൽ വയനാട്ടിലെ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആമയല്ല ഒച്ചിഴയും പോലെ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന നിലയാണുള്ളത്. അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തു? കളക്ടർക്ക് പരാതി നൽകി. ഈ പറയുന്ന പോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അടുത്ത ഒരു വർഷം കൂടി ആകാൻ പോകുന്ന ഈ ജൂലൈ മാസം 30 ആകുമ്പോഴേക്ക് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. അവർക്ക് ആ വീടുകൾ ലഭിക്കുമോ എന്ന് പറയുന്ന ഒരു വലിയ ആശങ്കയുണ്ട്. അവർക്ക് അനുവദിച്ചിരിക്കുന്ന 9,000 രൂപ അവരുടെ മാസവാടകയും അതോടൊപ്പം തന്നെ ദിനബത്തെ അടക്കമുള്ള 9,000 രൂപ അവർക്ക് പലർക്കും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ പരാതി കൂടി അവിടുത്തുകാർ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ നിലവിലത്തെ സാഹചര്യം. അപ്പോൾ ഇനി ആരാണിത് നോക്കേണ്ടത്? ഈ പോയ സർക്കാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ 2026 ചുമതലയേറ്റ UDF സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു വാക്കുകളും പറയുന്നില്ല. എന്തേ വയനാടിനോട് ഈ പറയുന്ന നമ്മുടെ സർക്കാരിന്, UDF സർക്കാരിന് ഒരു പുച്ഛം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവരെ വേണ്ട എന്നൊരു തോന്നലുണ്ടാവാനുള്ള കാരണം എന്താണ്? വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് മാത്രം മതിയോ വയനാടുകാർ? നമ്മൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഏറ്റവും അധികം നന്ദികേട് കാട്ടിയ ഒരു ജനത ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ണുമടച്ചുകൊണ്ട് ഒരു പക്ഷേ എല്ലാവരും പറയും വയനാടുകാരാണെന്ന്. എന്തുകൊണ്ടാണ്? വയനാടുകാരെ കുറ്റം പറയല്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് ഒരു വലിയ ഒരു പദ്ധതി ഒരുക്കി പുനരധിവാസ പാക്കേജ് ഒരുക്കി കൊടുത്ത സർക്കാരിനെ അവർ പുറംകാല് കൊണ്ട് ചവിട്ടി തൊഴിച്ച് കളഞ്ഞു. പകരം 3.24 ഏക്കർ ഭൂമി കുന്നംപറ്റ എന്ന് പറയുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കുന്നംപറ്റ എന്ന് പറയുന്ന ആനയിറങ്ങുന്ന സ്ഥലത്ത് മേടിച്ചിട്ട് ഇപ്പം 100-120 ദിവസം ആകുന്നു. അവിടെ ഒരു കല്ല് സ്ഥാപിച്ചിട്ട് അവരുടെ 2 MP വിമാനം കയറി തിരിച്ചു പോയിട്ട് നാളിതുവരെ അവിടെ ഒരു കല്ലിൻ്റെ മുകളിൽ കല്ല് വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വയനാട്ടിലെ ജനങ്ങളുടെ നന്ദിയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവർ ആരെയാണ്? 3 മണ്ഡലങ്ങൾ, അതായത് വയനാട് ജില്ലയിൽ ഉണ്ടായിരുന്ന 3 മണ്ഡലങ്ങൾ, കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും മാനന്തവാടി എന്ന് പറയുന്ന ഈ 3 മണ്ഡലങ്ങളിലും ജയിച്ചതാവട്ടെ UDFകാർ. ഈ UDFകാരും കോൺഗ്രസ്സുകാരും വയനാട് ജനതയോട് കാണിച്ച വഞ്ചനയെക്കുറിച്ച് എന്തേ വയനാടുകാർ മറന്നുപോയി? അല്ല, ഇനി നിങ്ങൾ കൃത്യമായും ഞങ്ങൾ നന്ദികേട് കാട്ടിയിട്ടില്ല എന്ന് വയനാടുകാർ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം EVMനുള്ളിൽ എവിടെയോ ഒരു വലിയ അട്ടിമറി നടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരില്ലേ? അങ്ങനെ ആരെങ്കിലും ധൈര്യപൂർവ്വം വന്ന് പറയാൻ തയ്യാറുണ്ടോ? വയനാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും? CPMകാരെ വിട്ടേക്കൂ. ഈ പറയുന്ന കഴിഞ്ഞ സർക്കാരിൻ്റെ ടൗൺഷിപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 9,000 രൂപ കൃത്യമായി കയ്യിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വാടക കാശും അതോടൊപ്പം ദിനബത്തെ അടക്കം 9,000 രൂപ കയ്യിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ധൈര്യമുണ്ടോ ഞങ്ങൾ LDFനാണ് വോട്ട് ചെയ്തത് എന്ന് പറയാൻ? ഇവിടെ ഒരു വോട്ട് അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. കാരണം അവരെല്ലാം UDFന് തന്നെ വോട്ട് കൊടുത്തവരാണ്. സർക്കാർ നൽകുന്ന 15 ലക്ഷം മതി, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിലയ്ക്ക് വീട് വെച്ചുകൊള്ളാമെന്ന് പറഞ്ഞു പോയ എത്രയോ പേരുണ്ട്. അവരുടെ അവസ്ഥ എന്തായി? അവരിനി ഏത് വീട്ടിൽ കയറി കിടക്കും? വയനാട് കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് കിടക്കുന്ന സ്ഥലം, അവിടെ കല്ലിന് രാജൻ പറഞ്ഞ പോലെ കല്ലിന് പുറത്ത് കല്ല് വെച്ചെടുക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. വെറുതെ അന്ന് അദ്ദേഹം പറഞ്ഞതാ, ഞങ്ങൾ കല്ലിന് പുറത്ത് കല്ല് വെച്ച് കെട്ടി അതൊരു വീടാക്കി കണ്ടിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു വികാരഭരിതമായി പ്രസംഗിച്ച ഒരാളായിരുന്നു നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന രാജൻ.
അന്ന് അദ്ദേഹത്തെ കോൺഗ്രസ്സുകാരെല്ലാം സൈബർ ആക്രമണം നടത്തി, ശരിയല്ലേ? എന്നിട്ടും ആ കല്ലിന് പുറത്ത് ഒരു കല്ലെങ്കിലും എടുത്തു വയ്ക്കാൻ കോൺഗ്രസ്സുകാർക്ക് പിന്നീട് കഴിഞ്ഞിട്ടുണ്ടോ? KPCCക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിരിഞ്ഞു കിട്ടിയ തുകയുടെ കണക്കുകൾ അവതരിപ്പിക്കാൻ ഈ പറഞ്ഞ KPCC അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് പണിയില്ല മന്ത്രിയായിരിക്കുകയല്ലേ, കഴിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ ഇങ്ങനെ ഒരു പദ്ധതി ഇനി നടക്കില്ല എന്ന് തന്നെയാണ്. അതായത് നമ്മൾ ആലോചിച്ച് നോക്കിയ UDFന്റെ സർക്കാർ അവർക്ക് വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഒരു കല്ലെടുത്ത് വെക്കുന്ന കാര്യം സംശയമാണ്. എവിടെ നൗഫൽ? നമുക്കറിയാമല്ലോ, ഇവിടെ വിള്ളൽ വീണു, അതായത് വീടിന് വിള്ളൽ വീണു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ വിളിച്ച് എന്തെല്ലാം വിവരക്കേട് വിളിച്ചു പറഞ്ഞു, അത് വരയിട്ട മാർക്ക് ചെയ്തത് കാണിച്ചിട്ട് വിള്ളൽ വീണു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തെല്ലാം വിവാദം ഉണ്ടാക്കിയ ഒരാളല്ലേ നൗഫൽ. എന്തേ നൗഫലിന് മിണ്ടാട്ടമില്ലാതെ പോകുന്നു? നൗഫൽ എന്താന്ന് പറഞ്ഞത്? K. രാജൻ എന്ന് പറയുന്ന മന്ത്രി അന്ന് മാർക്കർ കൊണ്ട് വരച്ചിട്ട ആ വര മായ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ബെഞ്ചിൽ കയറിയത്, എന്നിട്ട് മായ്ക്കുകയും ചെയ്തപ്പോൾ അതിനെ എന്താ പറഞ്ഞത്? മന്ത്രി K. രാജൻ കിളി പോയതുപോലെ വന്നിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടി എന്ന് പറഞ്ഞിട്ട് പോയ ഒരാളല്ലേ ഈ പറയുന്ന നൗഫൽ. എന്നിട്ട് ഈ നൗഫൽ ഇന്ന് എവിടെയാണ്? നൗഫലിന് എന്താ മിണ്ടാട്ടമില്ലേ? നിങ്ങൾ നൗഫലിന് വീട് കിട്ടിയോ? പോട്ടെ, വിള്ളൽ വീണതെങ്കിലും കയറി കിടക്കാൻ ഒരു കൂര കിട്ടിയോ നൗഫലിന്? ഇല്ല. എന്തുകൊണ്ടാണ്? ഇനി ഇതൊക്കെ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഇനി നടക്കുമോ? ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇനി നടപ്പിലാക്കുമോ? അതിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ? ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? ഇത് അറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അതൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പണമുള്ളത് കിട്ടുന്നുമില്ല. ടൗൺഷിപ്പ് എന്ന് പറയുന്ന പദ്ധതി പാതി വഴിയിൽ ഒച്ചിഴയുന്നതിനേക്കാൾ ഇപ്പം എന്ത് സംഭവിച്ചു? വയനാടുകാർ പരാതിയുമായി പോയിരിക്കുകയാണെന്നേ. കളക്ടർക്ക് പരാതി കൊടുത്തിരിക്കുന്നു, ഞങ്ങൾക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ല, നിർമ്മാണ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല, മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. നമ്മുടെ കേരളത്തിൽ പദ്ധതികൾ മുടക്കാൻ മാത്രമേ നമുക്കിപ്പോൾ കയറിയ UDF സർക്കാരിനെ കൊണ്ട് കഴിയൂ. അതായത് ഇവിടെ എന്താ പറയുക, കിഫ്ബി മുടക്കണം. കിഫ്ബി എന്ന് പറയുന്നത് അധോലോകമല്ല എന്ന് ആദ്യം ഈ സർക്കാർ മനസ്സിലാക്കണം. കേന്ദ്രത്തിൽ നബാർഡിന്റെ അടക്കം ഫണ്ട് അവിടെ നിന്നാണ്, നബാർഡിൽ നിന്നടക്കമാണ് ഈ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം വായ്പ എടുത്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തിയിരിക്കുന്നത്. ലൈഫ് മിഷൻ കേരളത്തിൽ 4-5 ലക്ഷം വീടുകൾ നിർമ്മിച്ച ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ. അത് പിരിച്ചുവിട്ടു, അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടുന്നില്ല. അതിന് പകരമായി മത്സ്യത്തൊഴിലാളികൾക്ക് ഭവന പദ്ധതി, SC/ST വിഭാഗത്തിന് വേറെ ഭവന പദ്ധതി, ഇതൊക്കെ നടപ്പിലായി കാണുമോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം. കാര്യം ഭരിക്കാൻ കയറിയുന്ന UDF ആണേ. അതുകൊണ്ട് പല പദ്ധതികളും നമ്മുടെ സംസ്ഥാനത്ത് അന്യമായി കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇതൊന്നും പൊതുജനത്തിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റേ അല്ല ഈ കഴിഞ്ഞു പോയത് എന്ന് പച്ചയ്ക്ക് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വയനാടുകാർ മനസ്സിലാക്കേണ്ടത്, സർക്കാർ മാറി വന്നു, നിങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ ചിരിക്കുന്ന നല്ല ഒന്നാന്തരം ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വീട് മാത്രം കിട്ടാനുള്ള സാധ്യത ഇക്കൊല്ലവും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ ചെവിക്കുന്നുള്ളിൽ ഉറപ്പിച്ചു വെച്ചോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.